തീരാത്ത കനിവിൻ്റെ കനലാണു തീക്കനൽ. അണയുവാനൊരുങ്ങും ഈ ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ. തീക്കനൽ, തീക്കനൽ, തീക്കനൽ. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കുമില്ല. കർത്താവിൻ്റെ സ്നേഹം നമുക്ക് തന്ന അങ്ങനെ ദൈവത്തിൻ്റെ ജീവനാണ് നമുക്ക് തന്നത്. ഒരാളെ എത്രമാത്രം നമുക്ക് സ്നേഹിക്കാൻ സാധിക്കുന്നു, അല്ലെങ്കിൽ നമ്മളെ ഏൽപ്പിച്ച ദൗത്യത്തിൽ എത്രമാത്രം നമുക്ക് സ്നേഹിക്കാൻ കഴിയുന്നു, അത് ലോകം ഓർക്കും. അപ്പോൾ ഈ ഫ്യൂച്ചർ ജനറേഷൻ പാസ്ഡ് ബൈ എ മെമ്മോറിയൽ, മറ്റുള്ളവർ ചെയ്ത മഹത്തായ കാര്യങ്ങൾ ഓർക്കും. US ഒരു മെമ്മോറിയൽ ഡേ ഉണ്ട്. ആ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിച്ചവരെ ഓർത്ത് അവരെ ഒന്ന് സ്മരിക്കുന്ന ദിനം. നമുക്ക് ഗാന്ധി ജയന്തിയുണ്ട്. അങ്ങനെ പല പ്രമുഖമായ നേതാക്കളെയൊക്കെ ഓർക്കും, രാജ്യസേവനം ഉള്ളവരെ ഓർക്കും. ഈ ആംഡ് ഫോഴ്സ് ഉണ്ടല്ലോ, അവരുടെ ആ ഗോഡ്സ് previous സമാധാനം, അവരുടെ പ്രൊട്ടക്ഷൻ, ദ പ്രൊവിഷൻ ഓവർ എവറി ഏരിയ ഓഫ് ദെയർ ലൈഫ്സ്. അവർ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന, അവർ നമ്മളെ കരുതുന്ന, അങ്ങനെ എല്ലാ തരത്തിലും ദൗത്യങ്ങൾ നിർവഹിച്ച് എത്രയോ പേര് മൺമറഞ്ഞിട്ടുണ്ട്. നമ്മൾ നിൽക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ വളരെ അഭിമാനത്തോടെയും അന്തസ്സോടെയും കൃപയോടെയൊക്കെ നിൽക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ എത്രയോ പേര് സഹിച്ച കഷ്ടതകളുണ്ട്. അതിൻ്റെ ആ കഷ്ടതകളുടെ ആ സ്നേഹമാണ് എത്രമാത്രം ഒരു കാര്യത്തെ സ്നേഹിക്കുന്നു അത്രമാത്രം ആ സ്നേഹമാണ് വിജയത്തെ കൊണ്ടെത്തിയത്. ആ സ്നേഹമാണ് നന്മ. ആ സ്നേഹം നന്മയുടെ ഉറവിടമാണ്. അതിലൂടെ മാത്രമേ നന്മ ഉണ്ടാവുകയുള്ളൂ. കണ്ണുകടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, ദൈവത്തിൻ്റെ സ്നേഹം പോലെ വേറെ ഞങ്ങൾക്ക് ജീവൻ തന്ന വേറെ ഒരു സ്നേഹവും ലോകത്തിലില്ല. ആ സ്നേഹത്തിൽ ഞങ്ങൾ ജോലി ചെയ്യുവാൻ, ഞങ്ങൾ പ്രവർത്തിക്കുവാൻ ഈ വചനം കാണുന്ന കേൾക്കുന്ന ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ നൽകണമേ. ഞങ്ങളുടെ മുഖ്യമന്ത്രി, ഗവർണർ, പ്രധാനമന്ത്രി, ലോകരാജ്യങ്ങളിലെ പ്രസിഡന്റുമാർ, പ്രധാനമന്ത്രിമാർ, വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, MP-മാർ, MLA-മാർ, ബഹുമാനമുള്ള കോടതികൾ, വക്കീലുമാർ, WHO, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, ഡോക്ടേഴ്സ്, നഴ്സസ്, മറ്റ് സ്റ്റാഫുകൾ, മരുന്നുകളും മരുന്ന് കമ്പനിക്കാരും, മരുന്ന് കച്ചവടക്കാരും, മരുന്ന് വിതരണക്കാർ, ആംബുലൻസ് ഡ്രൈവേഴ്സ്, വഴിയോര കച്ചവടക്കാർ, സ്കൂളുകൾ, കോളേജുകൾ, ഓർഫനേജുകൾ, ജയിലുകളിൽ കഴിയുന്നവർ, ബെഡിഡനായിട്ടുള്ളവർ, വിവിധ തരത്തിൽ കഷ്ടം സഹിച്ചിരിക്കുന്നവർ, ഏകാന്ത ജീവിതം നയിക്കുന്നവർ, അധ്യാപകർ, അനധ്യാപകർ, പ്രഥമാധ്യാപകർ, ലോകമെമ്പാടും സുവിശേഷം അറിയിക്കുന്നവർ, വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ, ഫോട്ടോഗ്രാഫേഴ്സ്, ഇന്ന് ഞങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് ഞങ്ങൾ സുഖകരമായി കഴിയുമ്പോൾ ഞങ്ങളുടെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള എത്രയോ ഉന്നതന്മാർ, അവരുടെ ത്യാഗം, അവരുടെ പ്രവർത്തനം, കർത്താവിൻ്റെ കരുണകൃപ എല്ലാവരുടെ മേലും ഒരുപോലെ വ്യാപരിച്ചുകൊള്ളണമേ. ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും ആ കൃപ കൊണ്ട് നിറയ്ക്കണമേ. കർത്താവ്, ആ സ്നേഹം ലോകത്തിന് കൊടുക്കുവാൻ ഈ കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും ഒരുപോലെ കൃപ നൽകണമേ. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശുവെ മഹത്വം. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.